ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു എയർലൈൻ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2.5 മീറ്ററിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ നല്ല അടിപൊളി ഒരു സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ തുണി ഇതുപോലെ 4ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 43 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ ഒരു 43 ഇഞ്ച് എന്ന് പറയുമ്പം നമ്മുടെ ഇറക്കം 41.5യും കൂട്ടത്തിൽ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടിയിട്ടാണ് 43 ഇഞ്ച്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡർ 7 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്ക് കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കൈക്കുഴി 7 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അതും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൈക്കുഴി വരച്ച് നിർത്തിയേക്കുന്ന പോയിന്റിലേക്ക് ചെസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റിൻ്റെ അളവ് ഞാനിവിടെ 9 ഇഞ്ചും കൂട്ടത്തിൽ 1.5 ഇഞ്ച് സീം അലവൻസും കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 9 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. പിന്നെ 1.5 ഇഞ്ച് വരുമ്പോൾ 10.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് മാർക്ക് ചെയ്യാനായിട്ട് 13 ഇഞ്ച് നമുക്കൊന്ന് താഴത്തേക്ക് ഇതുപോലെ 13 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ ഒരു പോയിന്റിലേക്ക് നമ്മുടെ ഷേപ്പിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചും കൂട്ടത്തിൽ 1.5 ഇഞ്ച് സീം അലവൻസുമാണ് മാർക്ക് ചെയ്യുന്നത്. അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 21 ഇഞ്ച് താഴെയായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ വേസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുന്നത്. ഇനി അവിടേക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 10 ഇഞ്ചും കൂട്ടത്തിൽ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെയാണ് കൊടുക്കുന്നത്. അപ്പം അതും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ ഏറ്റവും താഴ്വശത്ത് നമ്മൾ നീളം മാർക്ക് ചെയ്തിടത്തേക്ക് നമ്മുടെ വിരിവ് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 14.5 ഇഞ്ചും കൂട്ടത്തിൽ 1.5 ഇഞ്ച് സീം അലവൻസുമാണ് ഈ ഒരു വിരിവിന് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പോയിൻറ്റ്സ് എല്ലാം ഒന്ന് കൂട്ടി വരച്ച് കൊടുക്കണം. ഇതുപോലെ ഒരറ്റത്തിൽ നിന്ന് നമുക്ക് താഴെ വരെയും സീം അലവൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു പോയിൻ്റ് വെച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നീളത്തിൽ വരച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ആം ഹോൾ കർവ് ഒന്ന് വരച്ച് കൊടുക്കണം. അതിനായിട്ട് നമ്മുടെ ഷോൾഡറും ആം ഹോളും ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി അവിടേക്ക് നമുക്കൊരു കർവ് വരച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്കത് കർവ് വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരറ്റത്തിൽ നിന്ന് നമുക്ക് താഴെ വരെയും കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്ക് ഒന്ന് ചെയ്തെടുക്കാം. നെക്ക് ചെയ്യാനായിട്ട് ഞാനിതുപോലെ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ 2ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. കുറച്ച് താഴത്തായിട്ടും നമുക്ക് തെറ്റിപ്പോകാതിരിക്കാനായിട്ട് ഒരു 3 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഇറക്കം എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. അപ്പം നമ്മൾ ആ ഒരു 5.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. 5 ഇഞ്ചും കൂട്ടത്തിൽ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ടുള്ള രീതിയിലാണ് 5.5 എടുത്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോക്സ് ആയിട്ടൊന്ന് വരച്ചെടുക്കണം. നമുക്കിഷ്ടമുള്ള നെക്ക് ഡിസൈൻ നമുക്ക് ഇതിനുള്ളിൽ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു വെറൈറ്റി നെക്കാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഈ ഒരു അറ്റത്ത് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നും ഇവിടേക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇതേപോലെ ഇതൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പൊക്കവും പിന്നെ ഒരു താഴ്ച വരുന്ന രീതിയിലാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ഇതിൻ്റെ ഒരു 1/4 ഇഞ്ച് ഈ ഒരു സൈഡിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കണം. ഈ ഒരറ്റത്തു നിന്നും ആ ഒരു മുകളിലേക്ക് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് എക്സ്ട്രാ ഒരു സീം അലവൻസ് പോലെ ഇത് കൊടുക്കണം. നമുക്കിതൊന്ന് വെച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ അതും ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ ഈ ചെയ്തേക്കുന്ന ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ആ ഒരു സെൻറ്റർ ഭാഗം, നെക്കിൻ്റെ ഒരു സെൻറ്റർ ഭാഗം വരുമ്പോൾ ഇച്ചിരി പൊങ്ങിയും സൈഡിലേക്ക് ഇച്ചിരി താന്നും, പിന്നെ ഈ സൈഡിൽ ഷോൾഡർ സൈഡിലായിട്ട് ഇച്ചിരി അകത്തോട്ട് കയറുന്ന രീതിയിലൊക്കെ ഉള്ള രീതിയിലാണ് നമുക്കിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് നന്നായിട്ട് കാണാൻ പറ്റും. അത് അങ്ങനെ ഒരു വെറൈറ്റി മോഡൽ നെക്കാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ നെക്ക് വന്നിട്ട് ഇതാണ് നമ്മുടെ നെക്ക് ഡിസൈൻ. ഇങ്ങനെ ഒരു ഭംഗിയുള്ള നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ക്യാൻവാസ് പേപ്പർ മടക്കിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 3 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം എത്ര വേണമെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ സൈഡെല്ലാം ഒന്ന് കൂട്ടി വരച്ചു കൊടുത്തിട്ട് നമ്മുടെ നെക്ക് ഡിസൈൻ, ബാക്ക് നെക്കിന് എന്ത് ഡിസൈനാണോ അത് ഇതിനുള്ളിൽ വരച്ചു കൊടുക്കാം. ഇവിടെ ഞാനൊരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ 1 ഇഞ്ചൊന്ന് മാറ്റി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു കർവ് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ എക്സ്ട്രാ സീം ഒന്ന് വരച്ചു കൊടുക്കണം. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് 1 ഇഞ്ചോ 3/4 ഇഞ്ചോ വീതിയിൽ നമുക്കിതുപോലെ ഒന്ന് എക്സ്ട്രാ സീം ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു നെക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഏറ്റവും മുകൾ വശത്ത് ഒരു ചെറിയ പടി പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടില്ലേ? ഈ ഒരു കട്ട് ചെയ്യുന്നതിൻ്റെ താഴത്തെ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളല്ലേ തുണിയിലേക്ക് ഇത് വെച്ച് കൊടുക്കുമ്പോൾ 3 ഇഞ്ച് 6 ഇഞ്ച് നമ്മൾ ആ വീതിയൊക്കെ വരച്ച് ഇതൊക്കെ ഒട്ടിച്ച് ഈ ഒരു വക്രം നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് ചിലപ്പം തിരിഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറിയൊക്കെ പോവും. അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് ഒട്ടിച്ചെടുക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഒട്ടിച്ചെടുത്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സൈഡിലേക്ക് ഈ ഒരു വക്രത്തേക്ക് മുകളിലേക്ക് ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് അടിക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ഒരു സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടേക്ക് നമ്മുടെ ഈ ഒരു വക്രത്തിൻ്റെ പീസ് അതിൻ്റെയും സെൻറ്റർ ഒരു മിഡ് പോയിൻ്റ് നമ്മൾ പേന കൊണ്ട് വരച്ചേക്കുന്ന അത് കറക്റ്റായിട്ട് സെൻറ്റർ രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് നല്ല വശത്തിന് മുകളിലാണ് ഇത് വെക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു വക്രത്തെ കൊള്ളാതെ സൈഡിൽ കൂടെ അടിച്ചെടുക്കണം. നമ്മുടെ ബാക്ക് നെക്കും ഇതുപോലെ നല്ല വശത്തിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഒരു വക്രത്തെ കൊള്ളാതെ സൈഡിൽ കൂടെ അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ 2 പീസും അടിച്ചെടുത്തിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ടും ബാക്കും. ഇനി നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഉൾവശം ഇതുപോലെ നമ്മൾ കുറച്ച് 1/4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ ഞുറിവുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ പയ്യെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഒരു അരികു വശത്തു കൂടി ഒന്ന് അടിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക് നെക്കും നമുക്കിതുപോലെ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ആദ്യമേ ഉൾവശം ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ചെറിയ ഞുറിവുകൾ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അകത്തേക്ക് മടക്കി അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് വെച്ച് മടക്കി അടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ നല്ല വശവും ഒരുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ഈ ഒരു നെക്ക് പീസിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ തുറന്ന് പിടിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് ഈ ഒരറ്റം ഇതേപോലെ ഒട്ടും സ്പേസ് ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് അടിച്ചെടുക്കണം. ഇതേപോലെ 2 സൈഡിലും നമുക്കിതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. ഇപ്പം നമ്മളിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഇതൊന്ന് വലിച്ചു കൊടുത്തിട്ട് ഈ ഒരു ബാക്ക് നെക്കൊന്ന് ഇതേപോലെ ഉള്ളിലേക്ക് വെച്ച് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തേക്കുന്നതാണ്. ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ 2 തുണിയെ ഇതേപോലെ 2ആയിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കട്ട് ചെയ്യാനായിട്ടാണ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് താഴ്വശത്തിൽ നിന്ന് മുകളിലേക്ക് 9.5 ഇഞ്ച്, നമ്മുടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ 9.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഈ ഒരു പോയിന്റിൽ നിന്നും നേരെ കൈക്കുഴിയുടെ അളവ് 7 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് 9 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ അതും മാർക്ക് ചെയ്തു. ഇനി ആ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്ക് 3 ഇഞ്ച്, നോർമൽ സ്ലീവ് ആയതുകൊണ്ട് 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു മിഡ് പോയിന്റ് 9ൻ്റെ ഒരു പകുതി 4.5 ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ആ ഒരു 4.5യിൽ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് ആ ഒരു കർവിൻ്റെ ഭംഗി കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരറ്റത്തിൽ നിന്നും ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തേക്ക് ഇതേപോലെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കണം. ഒരു കർവായിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് പഫ് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ 3 ഇഞ്ച് മുകളിലേക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവിടുന്ന് നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് നമുക്കിതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കണം. ഇതുപോലെ ഒരു കർവ് ഒന്ന് വരച്ചു കൊടുക്കാം. ലൈറ്റായിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ താഴെ വശത്ത് നമ്മൾ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കൈയുടെ വീതി എടുക്കുന്നത് ആ ഒരു മൊത്തത്തിൽ നേരെ താഴോട്ട് 9 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ഇതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു 4.5 ഇഞ്ചിൽ നമ്മൾ താഴത്തേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചില്ലായിരുന്നോ,
ആ ഒരു കർവിൻ്റെ കൂട്ടിമുട്ടുന്നിടത്തേക്ക് ഇതുപോലെ ചെറിയൊരു കട്ടിങ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ട് ഈ ഒരു താഴ്വശത്തു നിന്ന് 2 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു മാർക്കിങ്ങിലാണ് നമ്മുടെ ഇലാസ്റ്റിക് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അവിടെ ഒന്ന് നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. 2 പീസിലും നമ്മൾ വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്വശം ഒന്ന് നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചെടുക്കണം. ഇതുപോലെ ഒരു തവണ മടക്കി അതിനെ ഒന്നുകൂടെ മടക്കി എടുത്തിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്ക് പഫ് കൊടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു കട്ടിങ്സ് കൊടുത്തില്ലായിരുന്നോ, ചെറിയൊരു കട്ടിങ്സ് കൊടുത്തതിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ച് മുകളിലേക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതേപോലെ 2 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മാർക്ക് ചെയ്തെടുത്ത് നിന്ന് ഈ ഒരറ്റം തൊട്ട് ആ ഒരറ്റം വരെയാണ് നമ്മൾ ചുരുക്കിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ്, ബോക്സ് പ്ലീറ്റ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് ചുരുക്കുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കണം. ഇപ്പം നമ്മളിതാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ കൈയുടെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ നോക്കണം. ഞാനിവിടെ 10 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്ക് ശരിക്കും കൈയുടെ വണ്ണത്തിൽ നിന്ന് ഒരു 2 ഇഞ്ച് കുറച്ചിട്ടൊക്കെ ഇലാസ്റ്റിക് മതി. ഇത് ഒത്തിരി ടൈറ്റ് ആകാതെ കിടക്കാനായിട്ടാണ് ഞാനിവിടെ 10 ഇഞ്ച് കൈയുടെ വണ്ണം തന്നെ എടുക്കുമായിരുന്നു. അത് ഇലാസ്റ്റിക്കിലേക്ക് 1/4 ഇഞ്ച് ഇലാസ്റ്റിക്കിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു വരച്ചിടത്തൂടെ വെച്ച് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കണം. നമ്മൾ അടിക്കുമ്പോഴത്തേക്കിന് ഇലാസ്റ്റിക് നന്നായിട്ട് വലിച്ചു കൊടുക്കണം. ഇതുപോലെ സൂക്ഷിച്ച് നമുക്ക് ആ വരയെ കൂടെ വെച്ചിട്ട് അടിച്ചെടുക്കാം. ഈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവിലും ചെയ്തെടുക്കണം. 2 സ്ലീവ്സും ഒരുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു 10 ഇഞ്ചിനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഭാഗത്തെ ഇലാസ്റ്റിക് അതൊന്ന് കട്ട് ചെയ്ത് വിട്ടേക്കാം ബാക്കി. ഇപ്പം ഞാൻ ഇതുപോലെ 2 സ്ലീവ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവ്സ് ജോയിൻ ചെയ്യണം. അതിനായിട്ട് നമ്മുടെ ഷോൾഡർ ജോയിനിങ് പോയിന്റിലേക്ക് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മടക്കി വെച്ച് നോക്കിയിട്ട് സെൻറ്റർ എവിടെയാണോ ആ ഒരു സെൻറ്റർ ഇതിലേക്ക് നടുക്ക് ആ ഒരു ജോയിനിങ് പോയിന്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ അരികുവശത്തു കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കണം. 2 സൈഡും ഇതേപോലെ ഒരു സൈഡ് അടിക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു തുണി മേളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സൈഡും ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ 2 സ്ലീവ്സും അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു അരികുവശം സ്ലീവിൻ്റെ ഈ ഒരു അരികുവശത്തു കൂടി നമ്മുടെ ഈ ഒരു എ ലൈൻ ടോപ്പ് ആയതുകൊണ്ട് താഴെ വരെയും നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതാ നല്ല പെർഫെക്റ്റായിട്ട് ആ ഒരു ഷേപ്പും ഒക്കെ നല്ല കാര്യമായിട്ട് തന്നെ വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. താഴെ വരെയും അടിച്ചു. ഇനി നമുക്ക് ഈ ഒരു താഴ്വശം ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഒരു മടക്കി അതിന് ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അടിച്ചെടുക്കാം മൊത്തം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത്. നമ്മൾ തയ്ച്ച് കഴിഞ്ഞപ്പം നല്ല അടിപൊളിയായിട്ടൊരു പഫ് സ്ലീവ് വിത്ത് ഇലാസ്റ്റിക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.